നല്ല കാര്യമായി. രോഹിണിയായിട്ട് കണ്ണന് ഉണ്ണിയപ്പം നേദിച്ചില്ലെങ്കിൽ പിന്നെ കണ്ണൻ പിണങ്ങൂല്ലേ? പിണങ്ങിയിരിക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ കണ്ടവരുണ്ടോ? എന്തൊരു ഇമ്പമുള്ള പിണക്കാ. ഇന്ന് രോഹിണിയാണെന്ന് അച്ഛൻ തിരുമേനിക്ക് അറിയാലോ. എന്നിട്ട് എന്തേ ഉണ്ണിക്ക് ഉണ്ണിയപ്പം നേദിക്കാഞ്ഞ്? അച്ഛൻ തിരുമേനിയുടെ പുന്നാര കണ്ണനല്ലേ, ഉണ്ണിയപ്പം വൈകിട്ട് നേദിക്കാലോ. പറ്റൂല, കണ്ണനിപ്പം തന്നെ ഉണ്ണിയപ്പം വേണം. ഇല്ല ആച്ചാ, ഇന്ന് കണ്ണൻ പിണക്കാം. അമ്പമ്പോ, അച്ഛൻ തിരുമേനിക്ക് സങ്കടാവൂട്ടോ. ഉണ്ണി ഇങ്ങനെയൊക്കെ പിണങ്ങാന്ന് വെച്ചാ കഷ്ടല്ലേ. എന്താ ഇപ്പം ചെയ്യാ? ഉണ്ണിയപ്പം ഉണ്ടാക്കി തരണം, അല്ലാതെ ഒരു വഴിയില്ല. കയ്യും കെട്ടി പിണങ്ങി തിരിഞ്ഞു നിൽക്കണു കണ്ണൻ. വാശി കൊടുക്ക. പാവ അച്ഛൻ തിരുമേനി പിണങ്ങിയിരിക്കുന്ന കണ്ണൻ്റെ മുഖത്തേക്ക് ഒന്നും കൂടി നോക്കി. പിണക്കവും ഇണക്കവും എല്ലാം ഭംഗി തന്നെ എന്ന് മനസ്സിൽ പറഞ്ഞ് വേഗം തിടുപ്പള്ളിയിലേക്ക് പോയി. കണ്ണന് അപ്പം ഉണ്ടാക്കി കൊടുക്കണ്ടേ? നല്ല കാര്യമായി. നല്ല നെയ്യിൽ ഉണ്ണിയപ്പം ചുടുമ്പോൾ വരണ വാസന ശ്രീലകത്തേക്ക് ചെന്നപ്പോൾ വാതിലിൻ്റെ മറുവിൽ നിന്ന് ഒളിച്ചു നോക്കണു കണ്ണൻ. മുഖത്തൊരു കള്ളപ്പുഞ്ചിരിയുണ്ട്. അച്ഛൻ തിരുമേനി എത്തി നോക്കണു. ഉരുളി നിറയെ ഉണ്ണിയപ്പമായിട്ട് വരുന്ന അച്ഛൻ തിരുമേനിയെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. അച്ഛൻ തിരുമേനി, എന്ത് വാസനയാ, തന്നോളൂ എന്ന് പറഞ്ഞ് 2 കൈയും നീട്ടി കാണിച്ചു. വേഗം വേഗം ഓരോ ഉണ്ണിയപ്പം എടുത്ത് കൊതിയോടെ കഴിക്കണ കണ്ണനെ കണ്ട് അച്ഛൻ തിരുമേനിയുടെ മനസ്സ് സന്തോഷത്താൽ നിറഞ്ഞു. കണ്ണൻ്റെ ഓരോരോ ബാലലീലകളും കുസൃതികളും അവസാനം എല്ലാം ചുരുങ്ങുന്നത് കണ്ണൻ്റെ സ്നേഹത്തിലേക്ക് മാത്രം. ഭക്ത മനസ്സിനെ പൂർത്തിയാക്കുന്നത് ആ അനുഗ്രഹത്തിലേക്ക് മാത്രം. ഉണ്ണിക്കണ്ണ, പൊന്നു ഗുരുവായൂരപ്പ, ഒരു നിമിഷം പോലും അകന്നു പോകാതെ എന്നും കൂടെ ഇരിക്കണേ കണ്ണാ.